ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നോഹയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ച് 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. അന്ന് ദൈവം ആഴിയുടെ ഉറവുകൾ പിളർക്കുകയും ആകാശത്തിലെ കിളിവാതിലുകൾ തുറക്കുകയും ചെയ്തു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. തൽഫലമായി വെള്ളം വർദ്ധിച്ച് പെട്ടകം നിലത്തുനിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകുവാൻ ഇടയായി. ആകാശത്തിന് കീഴെയുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോകത്തക്ക രീതിയിൽ വെള്ളം ഭൂമിയിൽ പൊങ്ങി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം അവയ്ക്കു മീതെ പൊങ്ങി എന്ന് കാണുന്നു. കൂടാതെ വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. പെട്ടകത്തിൽ കയറിയവർ ഒഴികെ ബാക്കിയുള്ള സകല മനുഷ്യരും ജീവശ്വാസമുള്ളതൊക്കെയും നശിച്ചുപോയി. 40 ദിവസം മഴ പെയ്തു എങ്കിലും ഭൂമിക്കുള്ളിലെ ഭണ്ഡാരഗൃഹങ്ങളിൽ നിന്നും 150 ദിവസം വരെ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ചില നാളുകൾ കഴിഞ്ഞ ശേഷം ദൈവം നോഹയെയും പെട്ടകത്തിലുള്ളവരെയും ഓർക്കുകയും ഭൂമിയിൽ ദൈവം ഒരു കാറ്റടുപ്പിച്ച് വെള്ളം നിലച്ചു എന്ന് കാണുന്നു. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയും നിന്നു. കൂടാതെ വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. ഏകദേശം 7.5 മാസം കൊണ്ട് ഭൂമിയിൽ വെള്ളം വറ്റി ഉണങ്ങുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഭൂമിയെ മൂടിയ ജലം ദൈവത്തിൻ്റെ വിധിയുടെ അടയാളമായിരുന്നു. ജലം എല്ലായിടത്തും മൂടിയപ്പോൾ ഒരു സ്ഥലം മാത്രം സുരക്ഷിതമായിരുന്നു: നോഹയുടെ പെട്ടകം.